Hi viewers, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കീമ ബോൾസ് കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ചിക്കൻ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നു. പിന്നെ മല്ലിയില, പുതിനയില, പച്ചമുളക്, ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ട് ആദ്യം ചിക്കൻ ഇടാം. പുതിന ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, പച്ചമുളക്, 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ 1.25 സ്പൂൺ എടുത്തിട്ടുണ്ട്. garam masala powder, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ചില്ലി പൗഡർ. നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കാഷ്യൂ നട്ട്സ്, പച്ചമുളക്, പിന്നെ ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. ഒരു സവാള ചോപ്പ് ചെയ്തത്. നല്ലപോലെ മിക്സ് ചെയ്യാം. കസ്കസ്, പോപ്പിൻ സീഡ്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം, വഴറ്റാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒരു 1/2 ഗ്ലാസ് വെള്ളം. അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ഇത് അരച്ച് പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണ്. ചൂടാറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിക്കൻ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് വീതി കൂടിയ ഒരു പാൻ വേണം. സവാള, ഒരു സവാള, ഒരു മീഡിയം സൈസ്. ഒരു 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളി 2 എണ്ണം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയുടെ ഒരു മണം മാറി കിട്ടണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി, ഇത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഗരം മസാല, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മറ്റേ കാഷ്യൂ ഒക്കെ അരച്ച പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ വഴറ്റണം ഇതൊക്കെ.
കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. എനിക്കിത് കുറച്ചും കൂടി തിക്നെസ് തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഇതിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അടച്ചു വെക്കാം ഒരു 5 മിനിറ്റ്. ലോ ഫ്ലെയിമിലാണ്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് നമ്മളത് ബോൾസ് ആക്കി വെച്ചേക്കുന്നത് എല്ലാം ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. എന്നിട്ട് അടയ്ക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ്. പിന്നെ കൊത്തമല്ലി ഇട്ട് കൊടുക്കാം. താങ്ക് യു വ്യൂവേഴ്സ്. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.